വഖഫ് ഹർജികളിൽ സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ വിധി പുറത്തു വന്നെങ്കിലും രജിസ്ട്രേഷൻ സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. രജിസ്ട്രേഷൻ ചെയ്യാനായി കൂടുതൽ സമയം നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. സമസ്തയുടെ ഹർജി നാളെ പരിഗണിക്കും. അഭിഭാഷകനായ സുൾഫിക്കർ അലി നമ്മളോടൊപ്പം ചേരുകയാണ്. സുൾഫിക്കർ, എന്തൊക്കെയാണ് പ്രധാനമായും നമ്മളിപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? നിലവിലിപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ പ്രധാനമായും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ്. രജിസ്ട്രേഷനു വേണ്ടി നിലവിലുള്ള നിയമം നിഷ്കർഷിച്ച സമയപരിധി ഓൾറെഡി അവസാനിച്ചിരിക്കുകയാണ്. കാര്യം 28-ാം തീയതി ഏപ്രിൽ 8-ാം തീയതിയാണ് 2025 ഏപ്രിൽ 8-ാം തീയതിയാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ആ നിയമത്തിലെ സെക്ഷൻ 36 അനുസരിച്ച് നിയമം പ്രാബല്യത്തിൽ വന്ന അന്ന് മുതൽ 3 മാസത്തിനകത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ 3 മാസ കാലാവധി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ആ സമയത്ത് സുപ്രീം കോടതി നമ്മുടെ കേസ് സുപ്രീം കോടതി കേൾക്കുകയും ഒരു ഇടക്കാല വിധി പറയുന്നതിന് വേണ്ടി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കോടതിയിൽ പരിഗണനയിലുള്ളതുകൊണ്ട് പല വഖഫുകളും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമുക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ നമുക്ക് അനുകൂലമായ വിധി വന്നെങ്കിലും ഇടക്കാല വിധിയിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്റ്റേ ചെയ്തിട്ടില്ല. ആ വകുപ്പുകൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വഖഫുകൾക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമായും ഒരു അടിയന്തരമായി ചെയ്യേണ്ട ഒരു നിയമപരമായ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ ഇപ്പോൾ പൂർത്തിയാക്കാത്ത വഖഫുകളുടെ നിയമസാധുത ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ്. കാര്യം പുതിയ നിയമപ്രകാരം അൺരജിസ്റ്റേർഡ് വഖഫുകൾക്ക് ആ വഖഫിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ റൈറ്റ് നേടിയെടുക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കോടതിയിൽ കേസ് കൊടുക്കാൻ കഴിയില്ല. അതായത് ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സ്വത്വം, നിയമപരമായ അസ്തിത്വം വഖഫുകൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ വഖഫ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ വഖഫ് കൗൺസിലിലെ അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിരുന്നു. പക്ഷേ ഈ രജിസ്ട്രേഷനിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ ലീഗൽ എൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? അതായത് ഇപ്പോൾ ഒരു വഖഫ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിയമം പറയുന്നത് 3 മാസത്തിനകത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന്. രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ നിയമം വന്ന് 6 മാസത്തിന് ശേഷം അൺരജിസ്റ്റേർഡ് വഖഫുകൾക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വഖഫിന്റെ ഒരു ലാൻഡ് ഗവൺമെന്റ് അക്യൂർ ചെയ്തു ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ആ വഖഫിന് കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ആ വഖഫിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു വഖഫ് ഭൂമി അല്ല എന്ന് ന്യായം പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമോ കയ്യേറുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും വഖഫുകൾക്ക് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ആ വഖഫിന് ഒരു കോടതിയിൽ പോയി കേസ് നടത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പിനെ പോലെയോ അതല്ലെങ്കിൽ ഒരു നിയമപരമായി ഒരു അസ്തിത്വം ഇല്ലാത്ത ഒരു സംവിധാനമായി അൺരജിസ്റ്റേർഡ് വഖഫുകൾ മാറും. നിലവിലുണ്ടായിരുന്ന പഴയ നിയമങ്ങളിലൊന്നും തന്നെ അത്തരത്തിലൊരു ഒരു പ്രത്യാഘാതം അൺരജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. നേരത്തെയും വഖഫുകൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പക്ഷെ നേരത്തെ രജിസ്റ്റർ ചെയ്യുക എന്നത് വഖഫ് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിയുടെ നിയമപരമായ ഒരു ബാധ്യതയായിരുന്നു. വഖഫ് രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തുന്ന മുത്തവല്ലിക്കെതിരെ അയാളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടി എടുക്കാം എന്നാൽ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് വഖഫ് അല്ലാതായി മാറുന്നില്ല. എന്നാൽ 2025 പുതിയ നിയമം പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വഖഫിന്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം വെച്ചാൽ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പഴയ നിയമത്തിൽ പറയുന്ന രജിസ്ട്രേഷൻ പ്രക്രിയ വളരെ ലളിതമായി പൂർത്തിയാക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് വഖഫ് ഡീഡ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഉമീദ് പോർട്ടൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഉമീദ് പോർട്ടലുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉമീദ് പോർട്ടൽ. ആ ഉമീദ് പോർട്ടലാണ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാസും അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെ വഖഫ് ഡീഡ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ വാക്കിഫ്, ഈ വഖഫ് ചെയ്യുന്ന ആളെ നമ്മൾ വാക്കിഫ് എന്നാണ് പറയുന്നത്. വാക്കിഫിന്റെ വിശദ വിവരങ്ങൾ, പേരും വിലാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ റവന്യൂ അതോറിറ്റി നിശ്ചയിക്കുന്ന വഖഫ് വസ്തുവിന്റെ ബൗണ്ടറി ഡിറ്റർമൈൻ ചെയ്ത് അതിന്റെ ബൗണ്ടറിയും അതിർത്തികളും മറ്റും തിരിച്ച് കൃത്യമായി കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പല വഖഫുകൾക്ക് നമുക്കറിയാം ഡീഡില്ലാത്ത ഒരുപാട് വഖഫുകളുണ്ട്. നേരത്തെ ഓറലായി സ്ഥാപിച്ച വാക്കാൽ സ്ഥാപിക്കപ്പെട്ട. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നേരത്തെ വെച്ചാൽ ഒരു സൗകര്യം വെച്ചാൽ 3 തരത്തിലായിരുന്നു. ഒന്ന്, വാക്കാൽ വഖഫ് എന്ന് പറഞ്ഞാൽ മതി. 2, ഡീഡ് രേഖാപരമായിട്ട് ഉള്ളത്. മൂന്നാമത്തത് ഉപയോഗം മൂലം വഖഫായുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ 3 വിഷയങ്ങളിലും ഈ ഡീഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്യാം. ഈ മറ്റു 2 കാര്യങ്ങളിലും എങ്ങനെയായിരിക്കും? അവിടെയാണ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. വഖഫ് ഡീഡുള്ള വഖഫുകൾ താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് വളരെ ലളിതമായത് നടപടിക്രമം പൂർത്തിയാക്കാം. പക്ഷേ ചില പ്രോസസ്സുകൾ ബാക്കി സമയമെടുക്കുമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഉപയോഗത്താലുള്ള വഖഫോ വാക്കാലുള്ള വഖഫോ ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതൊരു പ്രശ്നം. പുതിയ നിയമത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വഖഫ് ഡീഡ് വേണം, വാക്കിഫിന്റെ വിശദ വിവരങ്ങൾ വേണം. ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ കഴിയുക? ഇതില്ലാത്ത വഖഫുകൾ എങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും?
വാക്കാലുള്ള വക്കഫുകൾക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ വാക്കാൽ വക്കഫ് ചെയ്ത ആൾ ആ വാക്കിഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളെ കണ്ടുപിടിക്കുക. ഇനി അയാൾ ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യമാണെങ്കിൽ അയാളുടെ അനന്തരാവകാശികളെ കണ്ടുപിടിക്കുക. ആ അനന്തരാവകാശികളെ കൊണ്ടോ അല്ലെങ്കിൽ വാക്കിഫ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെയോ ഒരു വക്കഫ് ഡീഡ് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ കാരണവർക്ക് വക്കഫ് ചെയ്തതാണ്, ആ വക്കഫ് ഞങ്ങൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ട ആളുകൾക്ക് വക്കഫ് ഡീഡ് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാം. പക്ഷേ ഉപയോഗത്താൽ വന്ന വക്കഫുകൾ, കാലങ്ങളായി വന്നുള്ള വക്കഫുകളായി വക്കഫ് ബൈ യൂസർ, അത്തരത്തിലുള്ള വക്കഫുകൾക്ക് ഡീഡും അവൈലബിൾ അല്ല, അതുപോലെ വക്കഫ് ചെയ്ത ആളുടെ വിശദ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിൽ അത്തരം വക്കഫുകൾ ഇനി എങ്ങനെ രജിസ്ട്രേഷൻ നടപടി നടപ്പിലാക്കും എന്നുള്ളത് വലിയ ആശങ്കയുണ്ട്. ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പലതും രേഖകൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വക്കഫുകളായിരിക്കാം. മനസ്സിലായി, പല രേഖകൾ നഷ്ടപ്പെട്ട വക്കഫുകൾ ഉണ്ടാവാം, രേഖകളെ ഇല്ലാത്ത വക്കഫുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഉപയോഗത്താൽ മാത്രം വക്കഫായ വക്കഫുകൾ ഇനി രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് ആ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് കോടതിയുടെ ഇടക്കാല വിധിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ അതുകൂടെ ഉന്നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടെ ചോദിച്ചുകൊണ്ടൊരു ക്ലാരിറ്റി വരുത്തണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ നടപടികളായിട്ട് പലപ്പോഴും മുന്നോട്ട് പോകാതിരുന്നതിന്റെ പ്രധാന കാര്യം സുപ്രീം കോടതി കേസ് പരിഗണിച്ചതാണ്. സുപ്രീം കോടതി കേസ് റിസർവ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇത്രയും നാള് റിസർവ് ചെയ്ത് വെക്കുമെന്ന് കരുതിയില്ല. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ആവശ്യം? കാര്യം ഈ സുപ്രീം കോടതി ആ രജിസ്ട്രേഷൻ ആ വിധി വന്നതിന് ശേഷമുള്ള ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം, 1 വർഷം എങ്ങനെയാണ് നിങ്ങളത് ചോദിക്കുന്നത്? രജിസ്ട്രേഷൻ രണ്ട് കാര്യം പ്രശ്നമാണ്. ഒന്ന്, കോടതിയുടെ പരിഗണനയിൽ പെൻഡിംഗ് ഉണ്ടായിരുന്ന വിഷയം ഇടക്കാല ഉത്തരവ് നമുക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ കോടതി വിധി പറയാൻ വേണ്ടി ഒരു സമ്മർ വെക്കേഷൻ 1.5 മാസത്തോളം മുഴുവൻ പോയി. അതിനുശേഷവും കാര്യം മെയ്യിൽ വിധി റിസർവ് ചെയ്തെങ്കിലും വിധി പറയുന്നത് സെപ്റ്റംബർ മാസം 15-ാം തീയതിയോ 18-ാം തീയതിയോ ആണ്. അപ്പോൾ അത്രയും കാലത്തൊരു ആ കാലം നമുക്ക് ഇതിന്റെ ആനുകൂല്യം നമ്മൾ കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒന്ന്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രായോഗികവും സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ ഉമീദ് പോർട്ടലിൽ ടെക്നിക്കൽ ഗ്ലിച്ചസ് വരുന്നുണ്ട്. ഇത് എല്ലാ ഡോക്യുമെന്റും ഉള്ള ആളുകൾക്ക് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ പോർട്ടലിൽ സാങ്കേതികമായ തടസ്സങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. അതുപോലെ തന്നെ പല റിമോട്ട് ഏരിയകളിലുള്ള വക്കഫുകളിൽ അത് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആളുകളല്ല, കമ്പ്യൂട്ടർ സാക്ഷരത ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇപ്പോൾ നടപടിക്രമം പൂർത്തിയാക്കാനുള്ള സമയം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രേഖകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് വിവരങ്ങൾ റവന്യൂ ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ മറ്റ് വിവരങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ താമസമുണ്ട്, കാലതാമസമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഈ സമയപരിധി നീട്ടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കേസ് ഈ പരിഗണിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആശങ്കകളും പരിഹരിച്ച് ആ ഒരു കൃത്യമായ ഒരു കാലഗണന നൽകുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമോ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.